യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ഏറെ സന്തോഷത്തോടെ ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം തിരുവചനം. കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാവും. അവർ നിന്റെ അടുക്കിലേക്ക് വരും, നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുകയില്ല. ഒരു സ്നേഹനിധിയായ പിതാവിൻ്റെ തിരുവചനങ്ങൾ. ദൈവത്തിൽ നിന്ന് തെറ്റ് ചെയ്ത് എത്ര അകന്നു പോയാലും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവം നിന്നോട് ആവശ്യപ്പെടുകയാണ്, നീ എപ്പോൾ തിരിച്ചു വന്നാലും ദൈവസന്നിധിയിൽ പുനഃസ്ഥാപിക്കപ്പെടും എന്ന്. ഉപേക്ഷിച്ച് കളയുന്ന ഒരു ദൈവത്തെ അല്ല നമുക്കുള്ളത്. ദുഷ്ടനായ ഒരു ദൈവമല്ല നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കി നമ്മൾ വീണുപോകും എന്നറിയാവുന്ന ഒരു നല്ല പിതാവായ ദൈവം. ആ പിതാവ് പറയുകയാണ്, മകനെ, മകളെ, നീ എന്നിൽ നിന്ന് അകന്നു പോയാലും എപ്പോൾ നിനക്ക് തിരിച്ചു വരണമെന്ന് തോന്നുന്നു, ആ സമയം നീ തിരിച്ചെത്തുമ്പോൾ നിന്നെ എൻ്റേതാക്കി പുനഃസ്ഥാപിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതോടൊപ്പം തന്നെ ആ ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന നാവ് ഉപയോഗിച്ച് സദ്വചനങ്ങൾ നീ പറയുവാൻ തുടങ്ങിയാൽ, സദ്വചനങ്ങൾ മാത്രം നീ സംസാരിക്കാൻ ആരംഭിച്ചാൽ, ദൈവത്തിൻ്റെ നാവ് എങ്ങനെയാണോ അതുപോലെ നിൻ്റെ നാവും ആകും. നീ വേറൊരിടത്തേക്കും പോവുകയില്ല, എന്നാൽ നിൻ്റെ അടുത്തേക്ക് എല്ലാവരും വരും. ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ തേടി ലോകം എത്തും. നിങ്ങളുടെ നാവ് സദ്വചനങ്ങൾ മാത്രം പറയുവാൻ തുടങ്ങിയാൽ ലോകം നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ നാവ് ദൈവത്തിൻ്റെ നാവ് പോലെയാകും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ നാവിനെ വിശുദ്ധീകരിക്കാം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഒരു മടിയും വേണ്ട. നിന്നെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറുള്ള ദൈവം നിൻ്റെ മുൻപിലുണ്ട്. നീ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ മതി. നിന്നെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവിടുന്ന് എപ്പോഴും സന്നദ്ധനാണ്. അതിനുള്ള കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന മക്കളെയെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ മക്കളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ നാവിലൂടെ സദ്വചനങ്ങൾ മാത്രം പറയത്തക്ക രീതിയിൽ അവരുടെ നാവിനെ ദൈവം ക്രമീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. തെറ്റ് ചെയ്ത് മാറി നിൽക്കുന്ന മക്കൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ചെത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള കർത്താവായ, ഇന്നും ഈ ലോകത്തിൽ നമ്മളോടൊപ്പം വസിക്കുന്ന ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ഏറെ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.